ഏട്ടാ അനീഷ് ഏട്ടാ ജയിലിൽ വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. കുളിക്കാൻ പോവുകയാണോ? എന്താ മോളൂസേന്ന് അനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അല്ല, തുണി അലക്കാൻ പോവുകയാണ് മോളൂ എന്ന് പറയുന്ന അനീഷ്. ബാറ്ററി മാറ്റുന്ന കാര്യം ഒന്നും പറയുന്നില്ലേ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അനീഷ് പറയണ അത് വേണ്ട, അതെല്ലാവരും മാറ്റി. ഉറപ്പാണോ അനീഷ് ഏട്ടാന്ന് ആതിര ചോദിക്കുന്നുണ്ട്. അതെ, എല്ലാവരും മാറ്റി കാണുമല്ലോ. ക്യാപ്റ്റൻ ആവാനായിട്ട് തോന്നുന്നുണ്ടോ അനീഷ് ചേട്ടനെ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. ഇപ്പം ക്യാപ്റ്റൻ ആവാനായിട്ട് തോന്നുന്നുണ്ട് അല്ലേന്ന് ചോദിക്കുന്നു. അപ്പം അനീഷ് പറയണം ഉറപ്പായിട്ടും എനിക്ക് ക്യാപ്റ്റൻ ആവണമല്ലോ, എൻ്റെ ഒരു ആഗ്രഹമാണ് ക്യാപ്റ്റൻ ആവണമെന്നുള്ളത്. എന്നെ ഒന്ന് ക്യാപ്റ്റൻ ആക്കും ബിഗ് ബോസ്. ഒരുപാട് ഐഡിയാസ് ഉണ്ട് എനിക്ക്, എങ്ങനെയൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ ഉള്ളത്. ക്യാപ്റ്റനായിട്ട് വേണം പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്. ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്തൊക്കെയാണെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട്, മോനെ ഷാനവാസെ മോനൂട്ടൻ എഴുന്നേച്ചോ? ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ജയിലിലുള്ള ടാസ്കിൻ്റെ കാര്യമാണ് അനീഷ് പറയുന്നത്. നിങ്ങളാണ് ഏറ്റവും ലോങ്ങസ്റ്റ് കിടന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട് നമ്മുടെ നെവിൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനീഷ് വന്നിട്ട് തൻ്റെ ഡ്രസ്സെല്ലാം അടുക്കി പറക്കുകയും കഴുകാനുള്ളതെല്ലാം പ്രത്യേകം തരംതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നെവിൻ ചോദിക്കുകയാണ്, അലക്കാൻ പോവുകയാണോ ചേട്ടാ? അനീഷ് അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, പെട്ടിയെല്ലാം പാക്ക് ചെയ്യേണ്ടുന്നതല്ലേ എന്ന്. അപ്പം അനീഷ് അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ആ ഒരു ആഗ്രഹം മോന് ഒരു കുഴി കുഴിച്ചിട്ട് അങ്ങ് മൂടിയേര്, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വാഴ നട്ടേക്കെന്ന് പറയുന്നുണ്ട്. നെവിൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടെന്നോണം അനീഷ് പറയുകയാണ്, എവിക്റ്റഡായി പോകുമ്പം പെട്ടി പാക്ക് ചെയ്യണമല്ലോ, ആ ഒരു അർത്ഥമാണ് നെവിൻ പറഞ്ഞത്. അതിൻ്റെ തക്കതായ മറുപടി അനീഷ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.